ഹലോ ഗൈസ്, മൂന്നാറിലേക്ക് പോയ കുറേ കുന്നും മൂടൽമഞ്ഞും ടീ എസ്റ്റേറ്റ് മാത്രമല്ല, കാടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ചെറിയ മിസ്റ്ററി സ്പോട്ട് കൂടി കാണാം. അതാണ് ടൈഗർ കേവ്. അതെ ഗൈസ്, മൂന്നാർ ഭാഗത്തുള്ള ഒരു ചെറിയൊരു പാറക്കുഴിനെയാണ് ഇവർ ടൈഗർ കേവ് എന്ന് പറയുന്നത്. ഈ ടൈഗർ കേവ് അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാരൊക്കെ പറയുന്നത്. പിന്നെ ഇന്നത്തെ പോലെ ഹോം സ്റ്റേയോ റിസോർട്ടോ ക്യാമ്പിങ്ങോ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലാത്ത കാലഘട്ടമായിരുന്നല്ലോ വന്നു. നേരം ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സേഫ് ഹൗസ്, അതാണ് ടൈഗർ കേവ്. അന്നത്തെ കാലത്ത് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ പുലികളും കാട്ടുമൃഗങ്ങളും അങ്ങനെയൊക്കെ ആയതിനാൽ അവർ അതിനെ വേട്ടയാടാൻ വേണ്ടി ഒരുക്കിയ ഒരു പാറക്കുഴിയാണ്. പിന്നെ ഇപ്പോഴാണെങ്കിൽ പോലും ഈ കാടിനുള്ളിലൂടെ നടക്കുമ്പോഴത്തേനും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പേടിയുണ്ട്. സത്യം പറഞ്ഞാൽ കാരണം എന്തെങ്കിലും വന്യമൃഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചാടി വരുമോ എന്നൊക്കെ ഉള്ളത് നല്ലൊരു ഭയം തന്നെയുണ്ട്. കാരണം ഇത് അതേപോലത്തെ ഒരു ആംബിയൻസ് ആണ്. ഇപ്പം പകലായതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പോകുന്നത്. കുറച്ചും കൂടെ ഇരുട്ടി കഴിയുമ്പോഴത്തേനും ഇവിടുത്തെ അന്തരീക്ഷം ഫുള്ള് ചേഞ്ച് ആവും. ഓരോരോ സൗണ്ടും ശബ്ദവും ഒക്കെ ആയിട്ട് ഇങ്ങനെ. പിന്നെ ഇവരുടെ ധൈര്യം സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും കാടിൻ്റെ നടുവിലൊക്കെ ഈ രാത്രിയിൽ സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. ഈ പുലിയുടെ സൗണ്ടും അങ്ങനെ വന്യമൃഗങ്ങളുടെയൊക്കെ ശബ്ദമെല്ലാം കേട്ട് ഒരു പാറക്കുഴിക്കകത്ത് ഇങ്ങനെ താമസിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില്ലറ കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ ഗൈസ്, നമ്മളൊക്കെ ഇവിടെ വന്ന് കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഇതാണോ ടൈഗർ കേവ്? ഇത്രയും ചെറിയ സംഭവത്തിനാണ് ആൾക്കാർ ഇത്രയും വലിയ ബിൽഡപ്പ് കൊടുക്കുന്നത്, ഇത്രയും വലിയ സംഭവം എന്ന് പറയുന്നത്. നോക്കുമ്പോൾ ഞാൻ ചെറിയൊരു കുഞ്ഞൊരു പാറക്കുഴി അങ്ങനെയൊക്കെ. ഇതിൻ്റെ അകത്ത് തന്നെ എത്ര വലിയ പ്രത്യേകതയുള്ള, എത്ര കാണാനിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് എന്താ എത്ര വലിയ കാര്യമുള്ളതെന്ന് എല്ലാവരും തന്നെ ചിന്തിക്കും. പക്ഷേ നമ്മളിങ്ങനെ പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രം ആരും തന്നെ മനസ്സിലാക്കുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ വരും തലമുറയ്ക്ക് നമുക്കിതൊക്കെ പകർന്നു കൊടുക്കാവുന്ന കാര്യമാണ്. കാരണം ഇവിടെ മൂന്നാറിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ടൈഗർ കേവ് എന്ന് പറയുന്നത്. അവിടെ ഇത്രയും വലിയ സംഭവമൊക്കെ ഉണ്ട്. ചെറിയൊരു പാറക്കുഴിയുണ്ട്. കൂടുതൽ ബ്രിട്ടീഷുകാരാണ് ഇത് ഇത് ഉണ്ടാക്കിയതും അങ്ങനെ ഇതെല്ലാം. അവനാണെങ്കിൽ വേട്ടയാടാൻ വേണ്ടി അവരുണ്ടാക്കിയ അവരുടെ ഒരു ഒളിത്താവളം, അങ്ങനത്തെ ഒരു ലെവലിലുള്ള സംഭവമായിരുന്നു. ഇങ്ങനെയൊക്കെ നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കാമല്ലോ. അവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കേട്ടിരിക്കും. അവർക്കിതൊക്കെ കാണണമെന്ന് ആഗ്രഹമല്ല വരുമല്ലോ. ഗൈസ്, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കിടിലൻ സ്പോട്ട് തന്നെയാണ്. കാരണം നമുക്കിവിടെ വന്നിട്ടുണ്ട്, ഒരു വസ്തുവിടെ ഇതിൻ്റെ ചരിത്രം എന്താണ് അങ്ങനത്തെ കാര്യമെല്ലാം നമുക്ക് അറിയാനും പറ്റും. പിന്നെ ഇത് ഫോറസ്റ്റിൻ്റെ അകത്തൂടെ ഉള്ള നടത്തമൊക്കെ ആണല്ലോ, അതൊരു പ്രത്യേക ഒരു വൈബും നല്ലൊരു ഫീലുമാണ്. നിങ്ങളാരേലും പിന്നെ മൂന്നാർ വഴി പാസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് കയറി കാണേണ്ട ലൊക്കേഷനാണ് കേട്ടോ ടൈഗർ കേവ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരുന്നതിനുള്ള അതിൻ്റെ ഒരു നല്ല റിസൾട്ട് തന്നെ കിട്ടും. ഇതാ ഒരു വൈബുള്ള സ്പോട്ട് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് വേറെ ബോറിങ്ങോ അല്ല, ഞാനിവിടെ എന്തിനു വന്നു, എന്നാ കാണാനാണ് ഇവിടെ ഒന്നുമില്ല, എത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല, അങ്ങനെയൊന്നും തോന്നത്തില്ല. ഒരു ഫോറസ്റ്റിനകത്തൂടെ ഇങ്ങനെയുള്ള നടത്തമൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ സ്ഥലമെല്ലാം നല്ലൊരു വൈബ് തന്നെയാണ്. പിന്നെ ചെറിയൊരു അരുവിയൊക്കെ പോലെ ഒരുങ്ങുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് കേട്ടോ കൂടുതൽ ഇവിടുന്ന് കിട്ടുന്നത്. എനിക്ക് ഈ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ നടന്നു പോയപ്പോൾ നല്ല അഡ്വഞ്ചറായിട്ടാണ് തോന്നിയത്. നല്ല പീസ്ഫുൾ മൈൻഡും നല്ലൊരു ഫ്രീ ആയിരുന്നു. ഫ്രീ ആയിട്ട് എല്ലാം മറന്ന് നമ്മൾ പോകാമെന്ന് പറയുന്ന ഒരു ലെവലിൽ കൂടെ ആയിരുന്നു കേട്ടോ കൂടുതലും പൊക്കോണ്ടിരുന്നത്. നല്ല ഒരു വൈബ് തന്നെയായിരുന്നു ഇവിടുന്ന് എല്ലാം കിട്ടിയത് കേട്ടോ. ഒന്നുപോലും എനിക്കിവിടെ വന്നതൊക്കെ നിരാശപ്പെട്ടിട്ടില്ല. കാരണം ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നുമില്ല കാണാൻ, എന്തിനു വന്നു, എന്നാ കാണാൻ വന്നു, അങ്ങനത്തെ ഒരു തോട്ടും വന്നില്ല, ഒരു മൈൻഡും വന്നില്ല. അത്ര ഒരു ഫീലായിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. ഗൈസ്, പിന്നെ ഈ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ നടക്കുമ്പോഴത്തേനും നല്ലൊരു ഫീൽ തന്നെയാണ്. കാരണം അവിടുന്ന് ചുറ്റും നല്ല കിളികളുടെ സൗണ്ടും അതെല്ലാം കേട്ടാണ് പോകുന്നത്. പിന്നെ നല്ല മനോഹരമായിട്ടാണ് വെള്ളച്ചാട്ടവും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് അതൊക്കെ കാണാൻ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് കേട്ടോ. അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഫുൾ എൻജോയ് ചെയ്യണം. ഫുൾ എൻജോയ്മെൻറ്റ് ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ബോറിങ്ങോ അങ്ങനെയൊന്നുമില്ല, നല്ല ഇതാണ്. പിന്നെ കേട് വരുന്ന വഴിയിലാണെങ്കിൽ ഒരു ചെറിയൊരു ഡാമിൻ്റെ പോലൊരു സെറ്റപ്പ് കണ്ടു. അപ്പോൾ ആ ഡാമിൻ്റെ നമ്മൾ കണ്ടുകൊണ്ട് അങ്ങോട്ടും കൂടെ ഒന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് എന്ത് വ്യൂ അത് എന്ത് ഡാമാണ് അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടി ഇറങ്ങുവാണ് കേട്ടോ താഴോട്ട്. അപ്പോൾ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഡാം അങ്ങനെയൊന്നുമല്ല, ചെറിയൊരു ചിറ പോലെ ഇങ്ങനെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്.
കാരണം അവിടുന്ന് കുറേ വീടുണ്ടെന്ന് തോന്നുന്നു താഴോട്ടൊക്കെ. വീട്ടിലോട്ട് വെള്ളം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കുറേ ഓസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ സൈനിങ് ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. സൈനിങ് ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയും കുത്തി ഇതിൻ്റെ അകത്തോട്ട് ചാടരുത്, അതായത് നീന്താൻ ചാടരുത് എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സിഗ്നലാണ്. ആ സിഗ്നൽ ഇപ്പോൾ ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ സൈനിങ് ബോർഡ് കാണിച്ചിരിക്കുന്നത്. തലയും കുത്തി വീഴരുത്, ഇഞ്ചുറി ആവും, ആഴമില്ലാത്ത സ്ഥലമാണ്. പിന്നെ ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഇത് ഫോറസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള സെറ്റപ്പൊന്നുമില്ല. ഇറങ്ങിയില്ലെങ്കിലും എന്താ പ്രശ്നം, അത്രയും നല്ല വൈബായിട്ടുള്ള സ്പോട്ടിൽ തന്നെ വന്നു, അതുമാത്രം മതി. അതാകുമ്പോൾ നല്ല സന്തോഷമായി, മനസ്സെല്ലാം തണുത്തു, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ചില പോലെ കെട്ടി വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെയാണെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം താഴോട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ഓസുണ്ട്. ചിലപ്പോൾ വീടുകളിലോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷിയൊക്കെ ഇവിടെ ഉണ്ട്, ഏലം അങ്ങനത്തെ എല്ലാം ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടൊക്കെ വെള്ളം പാസ് ചെയ്ത് കൊണ്ടുവന്നാണെന്നൊന്നും അറിയില്ല. അങ്ങനത്തെ എല്ലാമാണ് കേട്ടോ കൂടുതൽ ഇവിടെ ഉള്ളത്.